Hey, hello, welcome back to another video. Honda CB350. സോ ഹോണ്ടയുടെ ഒരു ക്ലാസിക് മോട്ടോർ ഹോണ്ട CB350. ശരിക്കും പറഞ്ഞാൽ ഒറ്റ ലുക്കിൽ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക്കിനോട് സാധിച്ചു തോന്നുന്ന രീതിയിലാണ് ഹോണ്ട ഈ ഒരു മോഡൽ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊരു തേർഡ് ജനറേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ഹൈനസ്, അത് കഴിഞ്ഞ് RS 350, സോ ശേഷമാണ് ഈ ഒരു CB350 വന്നിട്ടുള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു മോഡൽ ഒത്തിരിയേറെ ചേഞ്ചസ് ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട് പ്രീവിയസ് മോഡലിനെ വെച്ച് നോക്കുമ്പോൾ. ലുക്ക് വൈസ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്ലാസിക് 350യോട് സാധിച്ചു തോന്നുന്നത് കേട്ടോ. ക്യാരക്ടർ വൈസ് ഈ ഒരു മോഡൽ ക്ലാസിക് 350യിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് ഹോണ്ട ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഈവൻ ഈ ഒരു ക്യാരക്ടർ മനസ്സിലാക്കാണ്ട് ഈ ഒരു മോഡൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് എന്തൊക്കെയാണ് എന്താണ് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു മോഡൽ നോക്കുക. അപ്പോൾ ഒട്ടും വലിച്ചിട്ടാണ്ട് ലെറ്റ്സ് ഗോ. ഓക്കെ, ഫ്രണ്ട് ലുക്കിൻ്റെ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു LED DRL സെറ്റപ്പാണ് നൽകിയിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലാണ് ഹെഡ്ലൈറ്റ് പോർഷൻ നൽകിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു മോഡലിൽ LED ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഫ്രണ്ട് പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സസ്പെൻഷൻ ഫോർക്ക് തന്നെയാണ് എനിക്ക് ആ ഒരു ക്ലാസിക്കിനോട് സാധിച്ചു തോന്നാനുള്ള കാരണം ഈ ഒരു ഫോർക്ക് കവറിങ്ങെല്ലാം നൽകിയിട്ടുള്ളത് ആ ഒരു ക്ലാസിക്കിനോട് സാധിച്ചു തോന്നുന്ന രീതി തന്നെയാണ് ഈ ഒരു മോഡൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ക്രോം എലമെൻറ്റ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹോണ്ട മോഡൽസിലൊന്നും നമുക്ക് കാണാത്തൊരു പോർഷനാണ് ക്രോം എലമെൻറ്റ്സ്. ബട്ട് ഈ ഒരു മോഡലിൽ കുറച്ച് ക്രോം എലമെൻറ്റ്സ് ഉണ്ട്. ഈ ഒരു എൻജിൻ പോർഷനിലും അതുപോലെ തന്നെ സൈലൻസർ ഫുള്ളായിട്ട് ഈ ഒരു മോഡലിൽ ക്രോമലാണ് വന്നിട്ടുള്ളത്. ആൻഡ് റയർ പോർഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൽ നമുക്കൊരു നോർമൽ കണ്ടുവരുന്ന ആ ഒരു ക്ലാസിക് രീതിയിലുള്ള ഒരു ബ്രേക്ക് ലൈറ്റിനകത്ത് നൽകിയിട്ടുണ്ട്. ആൻഡ് മഡ് ഗാർഡ്സ് എല്ലാം അത്യാവശ്യം നല്ല വൈഡറായിട്ടാണല്ലോ നൽകിയിട്ടുള്ളത്. സോ ഒരു നോർമൽ ക്ലാസിക് മോഡൽസ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഈ ഒരു മോഡലിൽ ഡിസൈൻ വൈസ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു മഡ് ഗാർഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈഡറാണ്. പ്രീവിയസ്ലി നമുക്ക് RS 350 അത്യാവശ്യം നല്ല ചെളി തെറിക്കുന്ന രീതിയിൽ ഷോർട്ടർ മഡ് ഗാർഡായിരുന്നു. ബട്ട് ഇതിനകത്ത് അത്യാവശ്യം ലോങ്ങർ ആൻഡ് വൈഡറായിട്ടുള്ളൊരു മഡ് ഗാർഡ്സാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു മോഡൽ MRFൻ്റെ സാപ്പർ ടയറാണ് നൽകിയിട്ടുള്ളത്. 190 ആണ് ടയർ സൈസ് വന്നിട്ടുള്ളത്. 19 ഇഞ്ചാണ് അലോയ് വീൽസ് വന്നിട്ടുള്ളത് കേട്ടോ. സോ അത്യാവശ്യം നല്ല വൈഡർ ആയിട്ടുള്ള ടയർ തന്നെയാണ്. ആ ഒരു റൈഡിങ് കംഫർട്ട് ആ ടയറിൻ്റെ പോർഷനിൽ നിന്നുള്ള നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഗ്രിപ്പിങ് ഇപ്പോൾ MRFൻ്റെ പൊതുവേ ടയേഴ്സ് എനിക്ക് അത്രയ്ക്ക് താല്പര്യം തോന്നാറില്ല. ബട്ട് ഈ ഒരു മോഡലിന് ഈ ഒരു ഗ്രിപ്പിങ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംഫർട്ട് നൽകുന്നുണ്ട്. ഈവൻ ബ്രേക്കിങ്ങിലാണെങ്കിലും നമ്മളൊരു ചെറിയൊരു കോർണറിങ് എടുക്കുമ്പോഴാണെങ്കിലും ഈ ഒരു ഗ്രിപ്പിങ് അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടബിലിറ്റി നൽകുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക്. സോ ഈ ഒരു മോഡൽ, ഈ ഒരു പാറ്റേൺ ഗ്രിപ്പിങ്ങുള്ള ടയേഴ്സ് ആയിരിക്കും കുറച്ചുകൂടി ഈ ഒരു മോഡലിൽ ബെറ്റർ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് റയർ പോർഷനിൽ നോക്കുവാണെങ്കിൽ നമുക്ക് 130/70 ആണ് ടയർ സൈസ് വന്നിട്ടുള്ളത് കേട്ടോ. റയർ പോർഷനിൽ 18 ഇഞ്ചും ആൻഡ് ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് 19 ഇഞ്ചുമാണ് അലോയ് വീൽസ് വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് മോഡലിനെ വെച്ച്, അതായത് ഹൈനസിലോ അല്ലെങ്കിൽ RS 350 കുറച്ച് ഷോർട്ടർ ആയിട്ടുള്ള എക്സോസ്റ്റ് ആണ് നൽകിക്കൊണ്ടിരുന്നത്. ബട്ട് ഈ ഒരു മോഡൽ വന്നപ്പോൾ നമുക്ക് ഇച്ചിരി ലോങ്ങർ ആയിട്ടുള്ള എക്സോസ്റ്റ് ആണ് നൽകിയിട്ടുള്ളത്. സോ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡലിൽ കുറച്ച് തമ്പ് നമുക്ക് ലോസ് ആയിട്ടുണ്ട്. പ്രീവിയസ് മോഡലിനേക്കാളും തമ്പിങ് കുറച്ച് ലോസ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ലോസിങ് അല്ല, ബട്ട് പ്രീവിയസ് മോഡലിൽ കുറച്ചുകൂടി ഒരു തമ്പ് ഉണ്ടായിരുന്നു ആ ഒരു എക്സോസ്റ്റ് നോട്ടിൻ്റെ ഒരു ബേസ്. ബട്ട് ഇതിൽ വന്നപ്പോൾ ആ ഒരു ബേസ് അല്ലെങ്കിൽ ആ ഒരു തമ്പ് കുറച്ച് കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അതൊരു ലോങ്ങർ എക്സോസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തതിൻ്റെയാണ് ആ ഒരു ഡിഫറൻസ് വന്നിട്ടുള്ളത്. ജസ്റ്റ് എക്സോസ്റ്റ് നോട്ട് ഞാൻ ഒന്ന് കേൾപ്പിച്ച് തരാം. ഓക്കെ, ഇനി സീറ്റിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പം നിലവിൽ ഇതിലുള്ള സീറ്റ് നമ്മൾ ഓൾട്ടർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ പ്രീവിയസ്ലി വന്നുകൊണ്ടിരുന്ന ഒറിജിനൽ സീറ്റിൻ്റെ ഒരു കംഫർട്ടബിലിറ്റി എന്ന് വെച്ചാൽ റൈഡറിന് കുഴപ്പമില്ലാത്തൊരു കംഫർട്ട് കിട്ടുമായിരുന്നു. ബട്ട് പില്ലിയണിന് അത്രത്തോളം ഒരു കംഫർട്ട് ഫീൽ ചെയ്തില്ല. ഒരു ആവറേജ് രീതിയിലുള്ളൊരു കംഫർട്ട് ഉണ്ടായിരുന്നുള്ളൂ പില്ലിയണ് ലോങ് റൈഡ് വയ്ക്കുമ്പോൾ. സോ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഈ ഒരു സീറ്റിൻ്റെ സെറ്റപ്പ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറൗണ്ട് ഒരു 2000 സംതിങ് ആണ് അതിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കുഷനിങ് ആയിട്ടുള്ള വൈഡർ ആയിട്ടുള്ള സീറ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ പില്ലിയണിനും നല്ല രീതിയിൽ കുഷനിങ് ആയിട്ടുള്ളൊരു സീറ്റാണ് സോ നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബാക്ക് റെസ്റ്റ് നമ്മൾ ഹോണ്ടയുടെ തന്നെ അക്സറി മേടിച്ചതാണ്.
അത് അഡീഷണൽ കോസ്റ്റ് വന്നിട്ടുള്ളതാണ്. സോ ഈ ഒരു സീറ്റിൻ്റെ പോർഷൻ നിങ്ങൾ ലോങ് റൈഡ് ചെയ്യുന്നതിന് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സീറ്റിൽ കുറച്ചുകൂടി മോഡിഫിക്കേഷൻ നടത്തുവാണെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് റൈഡിങ് കംഫർട്ട് കിട്ടാൻ. ഈ ഒരു മോഡലിൽ നമുക്ക് 5 സ്പിയർ ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ചെസ്റ്റാണ് നൽകിയിട്ടുള്ളത്. ആൻഡ് ഒരു ക്ലാസിക് മോഡലിന് നമ്മൾ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഗിയർ ലിവർ സിസ്റ്റമാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ഡ്യുവൽ ലിവറാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നോർമലി നമുക്ക് ആ സിംഗിൾ ലിവർ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലിവറിങ് ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. സോ ഇതിനകത്ത് ഡ്യുവൽ ലിവർ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ കാല് അടി എന്നുള്ള രീതിയിൽ നമുക്ക് പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. കംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ചെയ്യാം. ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ പ്രോസസ്സ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്മൂത്തറായിട്ടുള്ളൊരു ഗിയർ തന്നെയാണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഗിയറിലിടുമ്പോൾ ടക്ക് എന്ന് പറഞ്ഞ ആ ഒരു നോയ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പൊട്ടൽ പോലത്തെ ഒരു ഫീല്, അത് ഈ ഒരു മോഡലിലുണ്ട്. യൂസ് ടു ആകുമ്പോൾ അത് മാറുമെന്ന് എനിക്ക് തോന്നുന്നു. റയർലിയാണ് സെക്കൻഡ് ഗിയറിൽ കിട്ടുന്നത്. ബട്ട് ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ എന്തായാലും ആ ഒരു ടക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ട് ബാക്കി സംസാരിക്കാം. സോ ഇതാണ് നമ്മുടെ ആ ഒരു റൈഡിങ് സ്റ്റാൻസിലിരിക്കുമ്പോൾ ഉള്ളൊരു വ്യൂ കിട്ടുന്നത്. ഇപ്പോൾ ഫ്രൂട്ട് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു 162 എൻ്റെ ഹൈറ്റ് വരുന്നത്. 162 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത്. സോ ആ ഒരു ഹൈറ്റിലുള്ള ആൾക്ക് 2 കാലും ഹാഫ് പ്ലാന്റഡ് ഫുട്ടാണ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ഒരു സീറ്റ് കൂടുതലുള്ളതല്ല, ഈ ഒരു സീറ്റ് കുറച്ചുകൂടി വൈഡറായ രീതിയിലായതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഹൈറ്റ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് വണ്ടിയുടെ ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ടല്ല, സീറ്റിൻ്റെ ആ ഒരു വിഡ്ത്ത് ഇച്ചിരി കൂടുതലായതുകൊണ്ട് കുറച്ചുകൂടി ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് സ്വിച്ചസിൻ്റെ പോർഷനിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു എൻജിൻ കൂൾ സ്വിച്ചും ഇഗ്നിഷനും ഒരുമിച്ച് തന്നെയാണ് നൽകിയിട്ടുള്ളത്. തൊട്ട് താഴെയായിട്ട് ഹസാർഡ് സ്വിച്ച്. ആൻഡ് ലെഫ്റ്റ് സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ പാസ് സ്വിച്ച് നൽകിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ തന്നെ ഹോൺ സ്വിച്ച്, ഇതിൻ്റെ ഇൻഡിക്കേറ്റർ. ബട്ട് ഇതിൽ ഡിഫറൻസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ വരുന്ന സ്ഥാനത്ത് ഹോൺ വന്നു, ഹോൺ വരുന്ന സ്ഥാനത്ത് ഇൻഡിക്കേറ്റർ വന്നു. ഇപ്പോൾ ഹൈനസിലും അങ്ങനെ തന്നെ ആയിരുന്നു. ആൻഡ് റയർ മോഡൽസിലും ഇതേപോലെ തന്നെ വരുന്നുണ്ട്. പക്ഷേ അതിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോൺ അടിക്കുന്നത് ഇങ്ങനെയായിരിക്കില്ലേ, സാധാരണ ഇങ്ങോട്ടല്ലേ പ്രസ് വരണ്ടേ, ഇതങ്ങനെയല്ല. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് പ്രസ് ചെയ്യണം. ഓക്കെ, അതെന്ത് ആണ് ഹോണ്ട ഉദ്ദേശിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. സോ നമുക്ക് ഇച്ചിരി കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ പുഷ് ചെയ്യുകയാണ് ഹോൺ അടിക്കാൻ. ബട്ട് അതിന് പകരം അവർ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഈ ഒരു ഏരിയയിലാണ് ഹോൺ വച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഹോണിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. സോ അത്യാവശ്യം നല്ല ലൗഡറായിട്ടുള്ളൊരു ഹോണാണ്. കാരണം ഡ്യുവൽ ഹോൺ സെറ്റപ്പാണ് തന്നെ, നല്ലൊരു സൗണ്ട് ഉണ്ട്. ഓക്കെ, ഇനി മീറ്ററിൻ്റെ പോർഷനിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൽ അനലോഗ് പ്ലസ് ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു പോർഷനിലാണ് ഡിജിറ്റൽ വരുന്നുള്ളൂ കേട്ടോ. അവിടെ നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട്. അതിന് തൊട്ട് മോഡലായിട്ട് നമുക്ക് ആ ഒരു ഫ്യൂൽ ഇൻഡിക്കേഷൻ, ഓഡോമീറ്റർ, പിന്നെ ടൈം, അതെല്ലാം നമുക്കിവിടെ കാണിക്കുന്നതായി. പിന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഇൻഡിക്കേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂട്രൽ, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ, ABS ഇൻഡിക്കേഷൻ, എക്കോ മോഡിൻ്റെ ഇൻഡിക്കേഷൻ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. സോ അതിൻ്റെ കൺട്രോളിംഗ് ഒക്കെ വരുന്നത് ഈ ഒരു സൈഡ് പോർഷനിലാണ് ഇതിൻ്റെ 2 സ്വിച്ചസ് നൽകിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സ്വിച്ചിൽ വെക്കുമ്പോൾ നമുക്കത് ട്രിപ്പ് 1, ട്രിപ്പ് 2, അതിൽ ആവറേജ്, റേഞ്ച്, അങ്ങനത്തെ ബാറ്ററി വാട്ട് എത്രയുണ്ട് അതിൻ്റെ റേഞ്ച് എല്ലാം നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നതായിരിക്കും. സോ അതെല്ലാം നമുക്ക് ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാം. ആൻഡ് ഈ ഒരു മോഡലിൽ നമുക്കൊരു ചാർജിങ് പോർട്ട് നൽകിയിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം, കാണാൻ പറ്റുന്നുണ്ടെന്ന് ചോദിക്കുന്നു. ഇവിടെ ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം കവറിങ് ഉള്ളൊരു ഏരിയയിലാണ് കേട്ടോ നൽകിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു വണ്ടിയുടെ ഹാൻഡിൽ നമുക്ക് ആ ഒരു പൊസിഷൻ വരുന്നത് ഈ ഒരു മോഡൽ വെച്ച് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. കാരണം ഇതിപ്പോൾ നമുക്ക് കുറച്ചുകൂടി റേസ്ഡ് ഹാൻഡിലാണ്, കുറച്ചുകൂടി ഹാൻഡിൽ ഉയർത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു പൊസിഷനല്ല, ഇതിപ്പോൾ ലൈക്ക് ഒരു കുറച്ചുകൂടി ഉയർന്ന അവഞ്ചേഴ്സിൻ്റെ ആ ഒരു റേഞ്ചിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ആൾ നോക്കിയാണ്, കുറച്ചുകൂടി കംഫർട്ടബിൾ റൈഡിന് വേണ്ടി. ബട്ട് ഇതല്ല ശരിക്കും വരുന്നത്, കുറച്ചുകൂടി ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അതും ഈ ഒരു റൈഡറിൻ്റെ പോർഷനിലോട്ട് കുറച്ചുകൂടി ചെരിഞ്ഞുള്ള രീതിയിലാണ് ഹാൻഡിൽ പോർഷൻ വരുന്നത്. സോ ഈ ഒരു രീതിയിലല്ല, ബട്ട് അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡ് പോർഷൻ തന്നെയാണ് ഈ ഒരു മോഡൽ വരുന്നത്. ഇപ്പോൾ ഹൈനസ് അല്ലെങ്കിൽ RS 350 കുറച്ചുകൂടി നമ്മൾ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ടായിരുന്നു. ബട്ട് ഇതിൽ അത്യാവശ്യം നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡ് പോർഷനാണ്. ആൻഡ് നമ്മുടെ ഒരു ലെഗ്സ് വരുന്നത് ഈ ഒരു പോർഷനിൽ തന്നെയാണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡിംഗ് പോർഷൻ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്.
ഓക്കെ, ഇനി എഞ്ചിൻ്റെ പോർഷനിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. സോ നോർമലി കണ്ടുവരുന്ന ആ ലോങ് സ്ട്രോക്ക് എഞ്ചിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ട്. കാരണം ഇതിലിപ്പോൾ ഷോർട്ട് ഗിയേഴ്സ് അല്ല നൽകിയിട്ടുള്ളത്, ടോളർ ഗിയേഴ്സാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആ ലോ ആൻഡ് ടോർക്ക് ഇതിൽ മിസ് ചെയ്യും. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ജെ സീരീസ് എഞ്ചിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാം, ആ ലോൺ ടോർക്ക് നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൈ കൊടുത്ത വണ്ടി നല്ല രീതിയിൽ കയറുന്നുണ്ട്. സോ ആ ഒരു ഡിഫറൻസ് ഈ ഒരു മോഡൽ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഇച്ചിരി കൂടി എന്താ പറയുക ടോൾ ഗിയർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിൽ നമുക്ക് 80 ക്രൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് തേർഡ് ഗിയറിൽ നിങ്ങൾക്ക് 100 അടുത്ത് വരും. അതുപോലെ ഫോർത്ത് ഗിയറിൽ 120 ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പുഷ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആ ഒരു രീതിയിലാണ് ഈ ഒരു ഗിയർ റേഷ്യോ വെച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഹൈവേ ക്രൂയിസിങ് മാത്രമല്ല, ഒരു ഹൈ റേഞ്ച് റൈഡിങ്ങിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഹില്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിലോട്ട് വരേണ്ടി വരും. സെക്കൻഡ് ഗിയറിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും, ബട്ട് ആ ഒരു ഫസ്റ്റ് ഗിയർ തന്നെയാണ് വണ്ടി വലിക്കുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നിങ്ങൾ എത്രത്തോളം സ്ട്രെസ് എടുപ്പിച്ചാൽ പോലും വണ്ടി ഒരിക്കലും ടയേർഡ് ആവില്ല, അല്ലെങ്കിൽ വണ്ടിയുടെ പോർഷനിൽ നിന്ന് ഓവർ ഹീറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ വണ്ടി ഫസ്റ്റ് ഗിയറിൽ തന്നെയേ വലിക്കുള്ളൂ. ഈവൻ പില്ലിയനും നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ഗിയറിൽ ഈ ഒരു വണ്ടി വലിക്കുകയുള്ളൂ. അതിൽ യാതൊരു കോംപ്രമൈസും വണ്ടി വലിക്കായ്മയില്ല, വലിമുട്ടുമൊന്നുമില്ല. പക്ഷേ ഫസ്റ്റ് ഗിയറിലായിരിക്കും ആ ഒരു വണ്ടി വലിക്കുന്നത്. നിങ്ങളിപ്പോൾ മറ്റൊരു വണ്ടി കൂടെയുള്ളപ്പോൾ റോയൽ എൻഫീൽഡ് ആണെങ്കിൽ പോലും അവർ ചിലപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഈ പുഷ്പം പോലെ കയറി പോകുന്നുണ്ടാവും. ബട്ട് ഈ ഒരു മോഡൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഫസ്റ്റ് ഗിയറിലോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് നിങ്ങളൊരു ഹൈവേ ക്രൂസിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 5th ഗിയറിലൊക്കെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ 4th ഗിയറിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം ഗിയറിൽ നിങ്ങൾക്ക് പുള്ളി ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഡൗൺ ഷിഫ്റ്റ് എന്തായാലും ചെയ്യേണ്ടി വരും. സോ അത് ഇതിൻ്റെ ഒരു ഗിയർ റേഷ്യോ അങ്ങനെയാണ്. സോ ഞാൻ പറഞ്ഞു, ഒരു ക്ലാസിക് മോഡലിനോട് സാധിച്ചെന്ന് തോന്നുന്നില്ല ഇതിലാണ് ഈ ഒരു വണ്ടി ട്യൂൺ ചെയ്തിട്ടുള്ളത്, അല്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബട്ട് ട്യൂണിങ് വൈസ് ദിസ് ഇസ് നോട്ട് എ ക്ലാസിക്. ഇത് ശരിക്കും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ക്യാരക്ടർ നൽകിയിട്ടുള്ളത്. ആൻഡ് ലിവേഴ്സിൻ്റെ പോർഷനിലോട്ട് നിങ്ങൾ നോക്കേണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ട് രീതിയിലാണ് ഈ ലിവേഴ്സ് വെച്ചിട്ടുള്ളത്. സോ അത്രയ്ക്ക് സോഫ്റ്റ്വെയർ ക്ലച്ചാണ് നൽകിയിട്ടുള്ളത്. സോ ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ നിങ്ങൾ ഓടിക്കുകയാണെങ്കിൽ പോലും ക്ലച്ചിൻ്റെ പോർഷനിൽ നിങ്ങൾക്ക് കൈവേദനയോ അല്ലെങ്കിൽ ഇറിറ്റേഷനോ യാതൊരു ഒന്നും ഉണ്ടാവില്ല. അത്രയ്ക്ക് നീറ്റായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് സസ്പെൻഷൻ പോർഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ് കേട്ടോ. കട്ടറൊക്കെ നല്ല രീതിയിൽ എടുത്ത് പോകുന്നുണ്ട്, യാതൊരു ബുദ്ധിമുട്ടോ ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് റയർ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ട്വിൻ സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ലിറ്റിൽ ബിറ്റ് അതൊരു എന്താ പറയുക ഹാർഡറായിട്ടാണ് നൽകിയിട്ടുള്ളത്. അത്രയ്ക്ക് സോഫ്റ്റർ ആയിട്ടുള്ള സസ്പെൻഷൻ ഒന്നുമല്ല, ബട്ട് കുഴപ്പമില്ല. നമുക്ക് അത്രയ്ക്ക് ബാക്ക് പെയിനോ അല്ലെങ്കിൽ അടിയോ അത്ര ഒന്നും ഫീൽ ചെയ്യുന്നില്ല, നല്ല രീതിയിൽ എടുത്ത് പോകുന്നുണ്ട്. പക്ഷേ കുറച്ച് സ്റ്റിഫറായിട്ട് രീതിയിൽ തന്നെയാണ് റയർ സസ്പെൻഷൻ ട്യൂൺ ചെയ്തിട്ടുള്ളത്. ആൻഡ് മറ്റൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ വരുന്ന ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു ഹെഡ്ലൈറ്റ് സെറ്റപ്പാണ്. പക്ഷേ അതിൻ്റെ ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷൻ നമുക്കത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതിൽ ഫീൽ ചെയ്തില്ല. സോ ഈ ഒരു എനിക്ക് 2-3 മോഡൽസ് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഈ ഒരു ഹെഡ്ലൈറ്റ് പോർഷൻ്റെ ഈ ഒരു ഗ്യാപ്പിങ് മിക്ക മോഡൽസിലും ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ഫീൽ ചെയ്താൽ ഒരു ഫിനിഷിങ് ഇല്ലാത്ത രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ യൂസേഴ്സ് നിങ്ങളാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് 2-3 മോഡൽസ് ഞാൻ നോക്കിയതിൽ ഒരു 2 മോഡൽസിൽ ഇത് തന്നെ കണ്ടു. ആൻഡ് ഇത് തേർഡ് മോഡലാണ്. സോ ഇതിലും എനിക്ക് ഇങ്ങനെ തന്നെ ഫീൽ ചെയ്തു. ആ ഒരു ഫിനിഷിങ് ഇല്ലാണ്ട് ചെറിയ അവിടെ ഇവിടെ ഒരു അലൈൻമെൻറ്റ് ചേഞ്ച് ഉണ്ടായിരുന്നു ആ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്നതിൽ. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും വണ്ടിയിൽ അതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക യൂസേഴ്സ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കി വണ്ടി ഓടിച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഗിയർ ഇടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്, അതെന്താണെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ന്യൂട്രലാണ് കിടക്കുന്നത്. സോ ചില സമയത്ത് നല്ല സൗണ്ട് അടയും ന്യൂട്രലാണ്. ഓക്കെ, അപ്പോൾ അതെ നമ്മൾ മെയിൻ റോഡ് എത്തിക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് വണ്ടി ഓടിച്ച് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്മൂത്തായിട്ട് വണ്ടി എടുത്തു പോകാൻ പറ്റുന്നുണ്ട്. അത് ആ ഒരു പോർഷൻ നോക്കുമ്പോൾ നമുക്ക് ലാഗൊന്നുമില്ല. മറ്റേ അക്രമം കാണിച്ച് വലിച്ചെടുത്തുകൊണ്ടുള്ള ആ ഒരു ഇനീഷ്യൽ ടോർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിയിൽ മിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എഞ്ചിൻ്റെ പോർഷനോട് നോക്കുവാണെങ്കിൽ നമുക്ക് 300 cc 20 PHPയും അതുപോലെ 29 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ കമ്പാരിറ്റീവ്ലി മറ്റ് ക്ലാസിക് മോഡൽസ് ഇപ്പോൾ റോയൽ എൻഫീൽഡ് ജെ സീരീസ് എഞ്ചിൻ വെച്ച് നോക്കുമ്പോൾ ടോർക്ക് ഈ ഒരു മോഡലിൽ കുറവായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ക്ലാസിക് മോട്ടോർ സൈക്കിളിൽ ടോർക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു മോഡലിൽ മിഡ് റേഞ്ച് പഞ്ചാണ് ശരിക്കും അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഹോണ്ട. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 80 to 100 ഹൈവേയിൽ ക്രൂസ് ചെയ്യാൻ പറ്റും. യാതൊരുവിധ വൈബ്രേഷനോ അല്ലെങ്കിൽ യാതൊരുവിധ ഇറിറ്റേഷനോ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ പോർഷനിൽ നിന്ന് കിട്ടുന്നത്. ആൻഡ് പെർഫോമൻസിൻ്റെ പോർഷൻ പോകുന്നു. അതായത് തന്നെ ഞാൻ ഗിയറിൻ്റെ പോർഷൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ 5 സ്പീഡ് ഗിയർ ബോക്സ് അതിന് വരുന്ന സ്ലിപ്പ് ക്ലച്ചസ് എല്ലാം നൽകിയിട്ടുണ്ട്.
പക്ഷേ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഗിയറിലൊക്കെയും ഒരു പൊടിക്ക് ലാഗ് ഉണ്ട്. സോ ആ ഇനീഷ്യൽ ടോർക്കിൻ്റെ ഒരു മിസ്സിങ് നമുക്കൊരു ഫസ്റ്റ് ഗിയറിലൊക്കെ നമുക്കൊരു പൊടിക്ക് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് ഫോർത്ത് ഗിയറിലൊക്കെയും ഈസി ആയിട്ട് 120 ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു ഫോർത്ത് ഗിയറിൽ 120 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിഫ്ത്ത് ഗിയർ ശരിക്കും ആ മടിയും ഗിയർ തന്നെയാണ്. സോ നമ്മളെടുത്ത ആ ഒരു പൊട്ടൻഷ്യലിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുക എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു ഫിഫ്ത്ത് ഗിയറിൻ്റെ ഡ്യൂട്ടി. അല്ലാതെ അവൻ്റെ പോർഷനിൽ നിന്ന് അവൻ ഒരു മാരക പെർഫോമൻസ്, ഒരു മാരകമായിട്ടുള്ളൊരു പവർ ഡെലിവറി ഒന്നും തരുന്നില്ല. എന്താണോ ഫോർത്ത് ഗിയർ ചെയ്തു വയ്ക്കുന്നത് അതിനെ അതേപോലെ തന്നെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഫിഫ്ത്ത് ഗിയറിൻ്റെ ഡ്യൂട്ടി. ആൻഡ് ബ്രേക്കിങ്ങിന് പോർഷൻ നോക്കുമ്പോൾ ഈ ഒരു മോഡൽ ഡ്യുവൽ ചാനൽ ABS ആണ് കേട്ടോ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് ഫ്രണ്ട് പോർഷനിൽ നിന്ന് എനിക്ക് കിട്ടി. ആൻഡ് റെയർ പോർഷനിലെ ബ്രേക്ക് അത്രത്തോളം എഫിഷ്യൻ്റായിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ചുകൂടി ബെറ്റർ ആക്കുക എന്നുണ്ടെങ്കിൽ നന്നായിരുന്നാലും. ഇവൻ ക്ലാസിക് മോട്ടോർ സൈക്കിളാണ്, അത്ര അഗ്രസീവായിട്ട് കൊടുക്കില്ല. പക്ഷേ എന്നാലും ബ്രേക്കിംഗ് അത്ര എഫിഷ്യൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. റെയർ ബ്രേക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കുക എന്നുണ്ടെങ്കിൽ നന്നായിരുന്നാലും. അപ്ലൈ ചെയ്താലും ആ വണ്ടിയുടെ ഒരു സഡനായിട്ടൊരു സ്റ്റോപ്പിങ് അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കിംഗ് ഇമ്പാക്റ്റ് വണ്ടിയുടെ പോർഷനിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ടാകുന്നില്ല. സോ ഫ്രണ്ട് ബ്രേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ റെയർ ബ്രേക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ആൻഡ് ഈ ഒരു മോഡൽ അക്സറീസ് ഞാൻ വെച്ചിട്ടുള്ളത് കാണിച്ചു തന്ന ആ ഒരു ബാക്ക് റെസ്റ്റും ക്യാരിയറും പിന്നെ സീറ്റൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. സോ അതിന് എത്രയ്ക്ക് ആവുമെന്ന് ഉള്ളത് ഞാൻ പറയാം. ഫസ്റ്റ് ആ ഒരു ക്യാരിയറിന് 2660 രൂപയാണ് ആയിട്ടുള്ളത്. ആൻഡ് ബാക്ക് റെസ്റ്റിന് മാത്രമല്ല 1186 ആ റേഞ്ചിലാണ് വന്നത്. ഇത് രണ്ടും നമ്മൾ ഹോണ്ട ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്യിച്ചതാണ് കേട്ടോ, ആഫ്റ്റർ മാർക്കറ്റ് വെച്ചിട്ടുള്ളതല്ല. ആൻഡ് സീറ്റിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് തന്നെയാണ് ചെയ്തതാണ്, ഷോറൂമിൽ നിന്നല്ല ചെയ്തിട്ടുള്ളത്. 2900 ആ ഒരു സീറ്റ് ചെയ്തതിന് വന്നിട്ടുള്ളത്. കാരണം പില്ലിയൻ സീറ്റും റൈഡർ സീറ്റും ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്ത ഒരു മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. സോ അതിൻ്റെ ആ ഒരു കോസ്റ്റാണ് 2900. നെക്സ്റ്റ് മൈലേജിനെ പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു 30 to 35 ആ റേഞ്ചിലാണ് ഇപ്പോൾ സിറ്റിയിൽ കറൻ്റ് മൈലേജ് കിട്ടുന്നത്. 33, 34 നമുക്ക് റീസെൻ്റ്ലി ഒരു റൈഡിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഒരു മൂന്നാർ റൈഡ് എടുത്തായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ സിറ്റി ആൻഡ് ഒരു ഹൈ റേഞ്ച് മിക്സ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഓടിച്ചിട്ടുള്ളത്. അപ്പോൾ ടാങ്ക് ടു ടാങ്ക് നോക്കിയപ്പോൾ ഒരു 34-35 അടുത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഹൈവേ ക്രൂസിങ്ങിലൊക്കെ നിങ്ങൾക്കൊരു 40+ മൈലേജ് നീറ്റായിട്ട് ഈ ഒരു മോഡലിൽ കിട്ടുന്നതായിരിക്കും. ഒരു 70-80 ആ റേഞ്ചിൽ ക്രൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 40 മൈലേജ് ഈ ഒരു മോഡൽ കിട്ടുന്നതായിരിക്കും. ആൻഡ് സർവീസിൻ്റെ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർവീസ് കോസ്റ്റ് വരുന്നത് അറൗണ്ട് 2500 to 3000 അടുത്താണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത്. കമ്പാരിറ്റീവ്ലി മറ്റ് 300cc മോട്ടോർ സൈക്കിൾ വെച്ച് നോക്കുമ്പോൾ ഇത് ശരിക്കും കുറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത്. അതിൽ മെയിൻ്റെനൻസ് ആണെങ്കിലും മറ്റ് 300cc വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മോഡലിന് കുറവ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ആരൊക്കെ ഈ ഒരു മോഡൽ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സിറ്റി റൈഡും അതുപോലെ അത്യാവശ്യം ഒരു ലോങ് റൈഡൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് കാം ആൻഡ് ക്വയറ്റായിട്ട് ഓവർ പെർഫോമൻസ് ഒന്നും വേണ്ട, നല്ല സ്മൂത്തായിട്ട് റിലയബിളായിട്ട് പോകുന്ന ഒരു എഞ്ചിനോട് കൂടിയുള്ള മോട്ടോർ സൈക്കിളാണ് വേണ്ടതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് ഫോർ യു. ആൻഡ് ടോളർ ഗിയർ റേഷ്യോ മസ്റ്റായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു മോഡലിൽ യാതൊരുവിധ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ആൻഡ് ഷോർട്ടർ ഗിയർ റേഷ്യോ അല്ലെങ്കിൽ ആ ലോ ആൻഡ് ടോർക്ക് ഒരു മാരകമായിട്ടുള്ളൊരു ലോ ആൻഡ് ഡെലിവറിയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തികൾക്കാണെങ്കിൽ മേ ബി ഈ ഒരു വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഈവൻ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അല്ലാത്ത പക്ഷം ഈ ഒരു മോഡലിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഇവൻ ആ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു സെയിം പാറ്റേൺ കണ്ടുമടുത്ത് നിങ്ങൾക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസിക് മോട്ടോർ സൈക്കിളാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഹോണ്ടയുടെ CB350യുടെ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ യൂസർ ബേസിലുള്ളൊരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഐഡിയും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു നോയിസ് ക്യാൻസലേഷൻ ഒന്നും വരുത്താണ്ടാണ് കേട്ടോ ഓഡിയോ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഇവിടെയും നോയിസസ് കേൾക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം ഞാൻ നോയിസ് ക്യാൻസലേഷൻ ചെയ്യുമ്പോൾ ആ ഒരു വോയിസിൽ ഒത്തിരിയേറെ ഇഷ്യൂസ് പറയുന്നുണ്ട് കുറേയേറെ വീഡിയോസിൽ കമൻറ്റ്സ്. അതുകൊണ്ടാണ് അതില്ലാണ്ട് ഡയറക്റ്റ്ലി ആ ഒരു ഔട്ട്പുട്ട് ഇട്ടത്. സോ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ദെൻ, ബൈ.